13 എന്ന് പറയുന്ന ഒരു നമ്പറാണ് ഒരു ഭാഗ്യലക്ഷണമായിട്ടും അശുഭലക്ഷണമായിട്ടൊക്കെ ഇപ്പോൾ ചില ആളുകളൊക്കെ കരുതിക്കൊണ്ടിരിക്കുക. ഈ 13 പലപ്പോഴും ചർച്ചയാകുന്നത് മന്ത്രിസഭ രൂപീകരിക്കപ്പെട്ട ശേഷം മന്ത്രിമാരുടെ കാറ് നിർണയിക്കുന്ന സമയത്താണ്. അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ ആ കാലഘട്ടത്തിൽ ആദ്യം അതുപോലെ ഒരു ചർച്ച നടന്നു. പിന്നീട് അന്ന് MA ബേബി വിദ്യാഭ്യാസ മന്ത്രി ആ കാറ് ഏറ്റെടുക്കുകയാണ്. വിവാദം ഉണ്ടായതിനു ശേഷം ഒന്നാം പിണറായി സർക്കാരിലും ഇതേപോലെ തോമസ് ഐസക്കും KT ജലീലും VS സുനിൽകുമാറും ഒക്കെ ആ കാർ ഏറ്റെടുക്കാൻ തയ്യാറാവുകയും പിന്നീട് തോമസ് ഐസക് അത് ഏറ്റെടുക്കുകയും ചെയ്തു. ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ഇതേപോലെ വിവാദം ഉണ്ടായി. ഏറ്റവും ഒടുവിൽ ഇതായി ഇപ്പം VD സതീശൻ മന്ത്രിസഭ അധികാരത്തിൽ വന്ന ഈ ഒരു സമയത്തും സെയിം വിവാദം ആരും അറിയാതെ ഉണ്ടായി. അതാരും ഏറ്റെടുക്കാൻ തയ്യാറാവാതെ ടൂറിസം വകുപ്പിലേക്ക് തിരിച്ചു പോകുന്ന രംഗമൊക്കെ നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ ഒരു നമ്പറിനൊക്കെ ശുഭം അശുഭം എന്ന തരത്തിലൊക്കെയുള്ള വേർതിരിവ് ഉണ്ടോ? പലരും പല വിശ്വാസത്തിൻ്റെയും മറ്റുമൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് മതപരമായ കാരണങ്ങളുണ്ട്, സാംസ്കാരികപരമായ കാരണങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ശാസ്ത്രപരമായ കാരണമുണ്ട്. അതാണ് നമ്മളെ ഏറ്റവും ഞെട്ടിപ്പിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്. കുറച്ച് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ മതപരമായിട്ട് ഒരു വിശ്വാസം കടന്നുകൂടിയതിൽ ദ ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്ന യേശുവിൻ്റെ അവസാനത്തെ അത്താഴത്തിൽ 13ാമനായിട്ട് അവിടെ 13 പേരാണ് ആകെ ആ അത്താഴത്തിൽ പങ്കെടുത്തത്. അതിൽ 13ാമൻ യൂദാസ് ആയിരുന്നു. യേശുവിന് ഒറ്റ കൊടുത്തു. പിന്നെ പറയണ്ടല്ലോ, സ്വാഭാവികമായിട്ടും അത് വരും. പിന്നെ മറ്റൊന്ന് 12 എന്നത് ഒരു പൂർണ്ണ സംഖ്യയായി കണക്കാക്കുന്നു. വർഷത്തിൽ 12 മാസം, ദിവസത്തിൽ 12, രാത്രിയും പകലും 12 മണിക്കൂർ വീതം, രാശിചക്രങ്ങൾ 12 അങ്ങനെ അതിന് തൊട്ട് പിന്നാലെ വരുന്ന 13 ഒരു അപൂർണമാവുകയും പിന്നീട് 14 പൂർണ്ണമാവുകയും ചെയ്യും. അങ്ങനെയൊക്കെയുള്ള കുറേ കൺസെപ്റ്റുകളാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ വ്യാഴാഴ്ച, പിന്നെ വെള്ളിയാഴ്ച വരുന്നത് 13 വെള്ളിയാഴ്ചയും വരുന്നത് ദൗർഭാഗ്യകരമായ ഒരു സംഭവമായിട്ട് വരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതിനകത്ത് കുറേ കെട്ടുകഥകളുണ്ട്, ദൈവങ്ങളും പുരാണങ്ങളും അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും ഈ ശാസ്ത്രപരമായിട്ടുള്ള കാര്യം എന്താണ് എന്ന്. ഒരു ചാന്ദ്ര ദൗത്യം ഒരു 13 മണിക്കൂർ 13 മിനിറ്റിൽ ഒരു വിക്ഷേപണം നടത്തുന്നു. ഒരു 13-ാം തീയതി ആ ദൗത്യം തകർന്ന് അത് വീഴുന്നു. ഇതൊക്കെ ശാസ്ത്രപരമായ ഒരു കാര്യമായിട്ട് കൂടി നിഗമനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ചരിത്രപരമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതൊക്കെ ശരിയാണ് എന്നൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഓരോരുത്തരുടെ വിശ്വാസം നമുക്ക് അറിയാറുണ്ട്. ഇന്നലെ ചെയ്ത ഒരു അബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രം അതാകാം എന്ന് പറയാറുണ്ട്. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പിറകിൽ നടന്നിട്ടുള്ള ഒരു കാര്യം. എന്നാൽ ഇതിലൊരു പോസിറ്റീവ് കൂടിയുണ്ട്. ഒന്നല്ല, ഒരുപാട് ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നെഗറ്റീവായിട്ടും അതിൽ യൂറോപ്പിലൊക്കെ 13-ാം നമ്പർ ഫ്ലാറ്റ് ഉണ്ടാവില്ല, റൂം ഉണ്ടാവില്ല, എല്ലായിടത്തും എന്നല്ല, ചില ഹോട്ടലുകളിൽ അത്ര വിശ്വാസമുള്ളയിടത്താണ്. ചില ലിഫ്റ്റിൻ്റെ നമ്പറുകൾ 12 കഴിഞ്ഞാൽ പിന്നെ 14. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കുന്ന ആളുകളുണ്ട്. ഈ 13 വെള്ളിയാഴ്ചയും വന്നു കഴിഞ്ഞാൽ ഒരു തീരുമാനവും എടുക്കാത്ത ആളുകളുണ്ട്. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അമേരിക്ക ഈ 13 വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ലോകത്തിലെ 1-ാം നമ്പർ രാജ്യമാണല്ലോ അമേരിക്ക. അപ്പോൾ അമേരിക്കയുടെ പതാക 13ൻ്റെ ഭാഗ്യ നമ്പറായിട്ടാണ് പോലും കണ്ടിട്ടുള്ളത്. അതിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 13 കോളനികൾ ചേർന്നുകൊണ്ടാണ് അമേരിക്കയുടെ സ്റ്റേറ്റുകളൊക്കെ രൂപം കൊണ്ടിട്ടുള്ളത്. ബ്രിട്ടീഷിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമാണ് അത് വരുന്നത്. പിന്നെ അമേരിക്കയുടെ പതാകയിൽ 13 വരകൾ, അതുപോലെ തന്നെ ഔദ്യോഗിക മുദ്രയിൽ 13 നക്ഷത്രം, ആ പതാകയിൽ തന്നെയുള്ള കഴുകൻ്റെ കയ്യിലെ 13 അമ്പുകൾ, ഇതൊക്കെ കരുത്തിൻ്റെ പ്രതീകമാണ്. അമേരിക്കക്ക് 13 ഒരു ഭാഗ്യ നമ്പറാണ് എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു ലോകത്ത് വിജയിച്ച ഒരുപാട് ആളുകൾ ആ രീതിയിൽ വരുന്നുണ്ട്. ഏതായിരുന്നാലും ഇങ്ങനെ 13-നെ പല തരത്തിൽ നിർണ്ണയിച്ച്, ഞാൻ ചെറിയ ഉദാഹരണം മാത്രം, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചപ്പം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ഇതിൽ മതപരവും സാമൂഹികപരവും സാംസ്കാരികപരവും അങ്ങനെ എന്താ പറയുക, നമ്മുടെ അതിൻ്റെ അതിർത്തിപരമെന്നൊക്കെ പറയില്ലേ, അങ്ങനെ പോലും ഇതിനകത്ത് കുറേ ഇതുണ്ട്. അതുപോലെ തന്നെ ചക്ര, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സംഗതികളൊക്കെ ഉണ്ടല്ലേ, ഞാനത് വിശദമായിട്ട് പറയുന്നില്ല.
ഏതായിരുന്നാലും ഓരോ മതത്തിലും ഇത് വിശ്വാസം ഉണ്ടോ എന്നുള്ളതാണ്. മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്, വിശ്വസിക്കാത്ത ആളുകളുണ്ട്. അപ്പോൾ പിന്നെ അത് മതത്തിൻ്റെതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നലെ ചെയ്ത ഒരു അബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രം അതാകാം. ഇതിൻ്റെ ഒരു കാരണമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അങ്ങനെ ഒക്കെയാണ്. അപ്പോൾ 13 എന്ന് പറയുന്നത് ഒരു അശുഭ നമ്പറൊന്നും അല്ല. ശരിക്കും നമ്മളങ്ങനെ ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ 13 ജനിച്ച എന്നെ പോലെയുള്ള ആളുകളൊക്കെ വലിയ ഭാഗ്യവാന്മാരല്ലേ, ദൈവം വലിയ അനുഗ്രഹം നമുക്ക് തന്നില്ലേ. അങ്ങനെ ഒരു അശുഭമൊന്നും നമുക്കില്ല. അപ്പോൾ 13 എന്ന് പറയുന്നതിനെ അങ്ങനെ മാറ്റി നിർത്തേണ്ട ഒന്നുമല്ല. ചില ആളുകൾ അങ്ങനെ ചെയ്യുന്ന കാണാറുണ്ട്. എന്താണെന്ന് അറിയില്ല, എങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം എന്നുകൂടി നിങ്ങളുടെ അഭിപ്രായം കൂടി കേൾക്കാൻ താല്പര്യമുണ്ട്. 13 ശുഭ നമ്പറാണോ അശുഭ നമ്പറാണോ? ഈ അശുഭവും ശുഭവും ഒക്കെ ഒരു നമ്പറിലും ഒരു ദിവസത്തിലൊക്കെ വെക്കുന്നത്. അതുപോലെ തന്നെ ഇരയാക്കപ്പെടുന്നൊരു ദിവസമാണ് ചൊവ്വാഴ്ച. അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ നന്നായിരിക്കും. താങ്ക് യു.